Good morning. Good morning, teacher. Good Good morning, morning. miss. Good morning, ma'am. Good morning. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ലേ? നന്നായിട്ട് കേൾക്കാം മാം. ഓക്കെ. ഒരു സെക്കൻഡ് കേട്ടോ, എനിക്ക് നിങ്ങളുടെ സൗണ്ട് ക്ലിയർ അല്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രെയർ ചെയ്തോളൂ കേട്ടോ. Good morning, ma'am. ഗുഡ് മോർണിംഗ്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ നാവിതൻ നീ പ്രവർത്തിക്കോ രാവിതൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പുരളൊടുങ്ങിയാൽ നിന്നിടം തീർക്കു പോലുള്ളം നിന്നിടാസ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നുരേഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീതൊന്നു താൻ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീമൻ ഉള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള ആയതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായ നീക്കി സായുജ്യം നൽകുമാരനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിമോർക്കു നീ അകവും പുറകും തെങ്ങും മഹിവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക ജയിക്കുക ആനന്ദ ദയാ സിന്ധു ജയിക്കുക ആഴമേറും നിന്മകസ മായിൽ ഞങ്ങളാകവേ വാഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഓക്കെ, സൈൻ ഇൻ. ചെറിയൊരു കഥയാണ്. കഥയുടെ പേര് വാക്കും പ്രവൃത്തിയും. ഒരു കുറുക്കനെ വേട്ടക്കാർ പിടികൂടാൻ ഓടിക്കുകയായിരുന്നു. ഓടിത്തളർന്ന കുറുക്കൻ ഒരു മരംവെട്ടുകാരനെ അഭയം പ്രാപിച്ചു. അങ്ങ് എന്നെ രക്ഷിക്കണം, വേട്ടക്കാർ എന്നെ പിടികൂടാൻ പിറകെ വരികയാണ്, കുറുക്കൻ അപേക്ഷിച്ചു. നീ എന്റെ കുടിലിൽ കയറി ഒളിച്ചോളൂ, മരം വെട്ടുകാരൻ പറഞ്ഞു. കുറുക്കൻ കുടിലിൽ കയറി ഒളിച്ചിരിപ്പായി. തൊട്ടുപിറകെ വേട്ടക്കാർ അവിടെ എത്തി. അവർ മരം വെട്ടുകാരനോട് ചോദിച്ചു, ഇതുവഴി ഒരു കുറുക്കൻ ഓടിപ്പോകുന്നത് കണ്ടോ? മരം വെട്ടുകാരന് കുറുക്കനെ വേട്ടക്കാർക്ക് കാട്ടിക്കൊടുക്കണമെന്ന തോന്നലുണ്ടായി. കാരണം കുറുക്കനെ കൊണ്ട് ഉപദ്രവമല്ലാതെ ഗുണമൊന്നുമില്ലല്ലോ. പക്ഷേ കുറുക്കന് അഭയം കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവനെ പിടികൂടാൻ നേരിട്ട് സഹായിക്കുന്നത് ശരിയല്ല എന്ന വിചാരവും അയാൾക്കുണ്ടായി.
അതുകൊണ്ട് മരം വെട്ടുകാരൻ തന്റെ കുടിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതുവഴിയൊന്നും ഒരു കുറുക്കൻ പോകുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഉറപ്പാണല്ലോ? വേട്ടക്കാർ വീണ്ടും ചോദിച്ചു. അതെ. അപ്പോഴും മരം വെട്ടുകാരൻ തന്റെ കുടിലിന് നേരെ വിരൽ ചൂണ്ടുന്നുണ്ടായിരുന്നു. വേട്ടക്കാർക്ക് മരം വെട്ടുകാരൻ ഉപദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ അതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കുറുക്കന് മരം വെട്ടുകാരന്റെ മനസ്സിലിരിപ്പ് പിടികിട്ടി. വേട്ടക്കാർ പോയതും കുറുക്കൻ കുടിലിൽ നിന്ന് പുറത്തിറങ്ങി ഒറ്റയോട്ടം. ഹേ കുറുക്ക, ഇതാണോ നിന്റെ മര്യാദ? അഭയം തന്ന എന്നോട് ഒരു നന്ദി വാക്കുപോലും പറയാതെ പോകുന്നത് ശരിയാണോ? മരം വെട്ടുകാരൻ ചോദിച്ചു. നിങ്ങളുടെ നാവും വിരലും ഒരുപോലെ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളോട് നന്ദി പറഞ്ഞിട്ട് മാത്രമേ പോകുമായിരുന്നുള്ളൂ. തിരിഞ്ഞു നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കുറുക്കൻ പാഞ്ഞുപോയി. താങ്ക് യു. ഓക്കെ. thought ഉണ്ടോ? Yes, ma'am. Good morning, ma'am. Good morning, class. This is one of the famous quote of Dr. APJ Abdul Kalam. If you want to shine like a sun, first burn like a sun. This quote emphasizes the necessity of hard work, dedication, and sacrifice to achieve greatness and illuminate the world with one's accomplishment rather than the expecting effortless success. Thank you, ma'am. ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ എന്തെങ്കിലും പറയാനുണ്ടോ, പ്രസന്റ് ചെയ്യാനുണ്ടോ? ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? ടീച്ചർ, ഡയറ്ററി റിക്വയർമെന്റ്സിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ? അത് പറഞ്ഞായിരുന്നു ടീച്ചർ. അത് പറഞ്ഞായിരുന്നു. കുട്ടികൾ കുറവാണോ കേറുന്നത്? എത്രയും പേരുണ്ടാവാറുള്ളോ? ഇത്രേ ഉള്ളൂ ടീച്ചർ. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ ഇതിന്നും ലെഫ്റ്റ് ആകും. ഈ ജോലിക്കൊക്കെ പോകുന്നോണ്ട്. എന്താണ്? ഈ കുറെ ചേച്ചിമാർ ഇതിലുള്ള വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ക്ലാസ്സിൽ കേറാറില്ല. ഓ ഓ, ഓക്കെ ഓക്കെ. ഇനി സെക്കൻഡ് പാരാഗ്രാഫ് ആണല്ലേ എടുക്കേണ്ടത്? യെസ് ടീച്ചർ. Okay. The preschooler's diet should contain sufficient cereals, pulses, and variety of vegetables. The vegetables can be either green leafy vegetables like spinach, beans, etc., or yellow and orange vegetables such as carrots, pumpkin, etc. Citrus fruits like musambi, orange, gooseberry, and yellow fruits such as papaya, guava, and mango should be included. Milk should also be given in good amounts, although overemphasis should be avoided. If a child does not take milk, alternate milk preparation like curd, paneer, custard, ghee, pudding can be used. Egg, meat, and fish should be included in case of non-vegetarians. Okay. അതായത് കുട്ടികളുടെ പ്ലേറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുക്കേണ്ടത് എന്നതിന്റെ ഒരു ചെറിയ രൂപമാണ് ആ ഒരു സെക്കൻഡ് പാരാഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ചെയ്യാറില്ല? ഉണ്ട്. ഓക്കെ. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? കടല, പരിപ്പ്, പയറ്, അതുപോലെ തന്നെ അരി, ഗോതമ്പ്, റാഗി, അല്ലെ, ബാർലി, അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഓക്കെ. അതുകൂടാതെ അതിന്റെ കൂട്ടത്തിൽ തന്നെ വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് പറഞ്ഞിട്ടുണ്ട്. അതായത് വൈവിധ്യമാർന്നിട്ടുള്ള പച്ചക്കറികള്. അതിനകത്ത് കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സ്പിനാച്ച് പോലെയുള്ള, ബീൻസ് പോലെയുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കുട്ടികളുടെ ഫുഡില്
എന്തായാലും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും കൊടുക്കുന്നതിന് പുറമേ ആയിട്ട് എന്തുകൂടി ഉൾപ്പെടുത്തണം? അവരുടെ ഒരു ദിവസത്തെ ഭക്ഷണക്രമത്തില് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം. സ്പിനാച്ച് വരും, ബീൻസ് വരും, അല്ലെ? പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മുരിങ്ങയില, അല്ലെ? മുരിങ്ങയിലൊക്കെ കൊടുക്കാറുണ്ടോ? അമരാന്തസ്, ചീര ഉണ്ട്. ആ, അതൊക്കെ ഒരു പോർഷൻ വൈസ് ആയിട്ട് എന്ത് കൊടുത്തിരിക്കണം? കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ്. നമുക്ക് നമ്മുടെ ചില സാധനങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ചില യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയാ വണ്ടർ അടിക്കാറുണ്ട്. ചില ഫുഡ് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ഈ ഫോറിനേഴ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നത് അവരുടെ പ്ലേറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. വെറൈറ്റി കളർ ആയിരിക്കും ഉണ്ടാവുക, ശരിയല്ലേ? ഗ്രീൻ കളർ ഉണ്ടാകും, അതുപോലെ തന്നെ യെല്ലോ ഉണ്ടാവും, ഓറഞ്ച് ഉണ്ടാകും, അങ്ങനെ പലതരത്തിലുള്ള കളേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. കാരണം അങ്ങനെ കഴിക്കാനുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ട്, അല്ലെ? അപ്പൊ ഇത്തരത്തിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മീൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റ്സ്, അതുപോലെ പംകിൻ, മത്തങ്ങ, പിന്നെ സിട്രസ് ഫ്രൂട്ട്സുകളായിട്ടുള്ള മുസമ്പി, ഓറഞ്ച്, ഗൂസ്ബെറി, പിന്നെ അതുപോലെ തന്നെ യെല്ലോ ഫ്രൂട്ട് ആയിട്ടുള്ള പപ്പായ, ഗുവ, മാംഗോ. ഇതെല്ലാരും കൂടി കൊടുക്കണമെന്നല്ല പറയുന്നത് കേട്ടോ. ഏതെങ്കിലും ഒന്നൊക്കെ ഉണ്ടായിരിക്കുക എന്നാണ്. അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിന്റെ കൂടെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസും അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾസും കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ മിൽക്ക് ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ മിൽക്ക് കൊടുത്തിരിക്കണം. കൂടുതൽ അളവിലല്ല കേട്ടോ, സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു അളവുണ്ടല്ലോ. ഇപ്പൊ ഒരു ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോർഷൻ ആണ്. അപ്പോ ആ ഒരു മിൽക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി മിൽക്ക് കഴിക്കാത്ത കുട്ടികൾ ഉണ്ടാവാറുണ്ട്, അല്ലെ? ചില കുട്ടികൾക്ക് പാൽ ഇഷ്ടമല്ല. ഇപ്പൊ നമ്മൾക്ക് ചിലർക്കായാലും പോലും പാലിന്റെ രുചി അത്ര ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അപ്പൊ മിൽക്ക് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അതിന് പകരം നമുക്ക് കേർഡ് യൂസ് ചെയ്യാം. തൈര് കഴിക്കും ചിലവര്. അതുപോലെ പനീർ, അല്ലെ? ഡയറി പ്രൊഡക്റ്റ് ആണ്, പനീർ യൂസ് ചെയ്യാം. പിന്നെ കസ്റ്റാർഡ്, ഗീർ, പുഡിങ്ങുകളാക്കി യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ എഗ്ഗും മീറ്റും ഫിഷും ഒക്കെ എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. അപ്പൊ പ്രോട്ടീൻ സോഴ്സസ് ആയിട്ടുള്ള, അതായത് ഡയറി പ്രൊഡക്ട്സ് ഒക്കെ വരുന്നത് പ്രോട്ടീൻ സോഴ്സസ് ആയിട്ടാണ്. അപ്പൊ അതിന് പകരം, അതായത് നമ്മുടെ മിൽക്ക്, കേർഡ്, യോഗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിന് പകരം എഗ്, മീറ്റും ഒക്കെ എന്ത് ചെയ്യാം? ഫിഷും ഒക്കെ മീൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മീലായി. ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു നിങ്ങളോട്. കാർബോഹൈഡ്രേറ്റ് മതിയായിട്ടുള്ള ഒരു അളവിൽ ഉണ്ടാവുക, പ്രോട്ടീൻ ഉണ്ടാവുക, പിന്നെ അതുപോലെ ലീഫി വെജിറ്റബിൾസ്, പിന്നെ മറ്റ് ചില വെജിറ്റബിൾസ്, പിന്നെ അതുപോലെ ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡയറി പ്രൊഡക്റ്റ്, അത് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഡയറി പ്രൊഡക്റ്റ്, ഇപ്പൊ യോഗട്ട് പോലെയുള്ള, കേർഡ് പോലെയുള്ള പ്രോബയോട്ടിക് കൂടുതൽ നമ്മുടെ കുടൽ ഗട്ട് ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മീലായി. നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്, ഡൈജഷന് നല്ലതാണ്. അപ്പൊ എല്ലാത്തിനും നമുക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ടും ആക്റ്റീവ് ആയിട്ടിരിക്കാനും സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചോറും കുറച്ച് കറിയും കഴിക്കുന്നു, അത് ഒരു എന്താ പറയാ നല്ല രീതിയാണോ? കുറച്ച് കൂടുതൽ ചോറ് എടുക്കുന്നു, കുറച്ച് കറി എടുക്കുന്നു, നല്ല മെത്തേഡാണോ? ഒരിക്കലും അല്ല, അല്ലെ? അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് കാർബാണ് കഴിക്കുന്നത്, അല്ലെ? മതിയായിട്ടുള്ള അളവിൽ മറ്റ് ന്യൂട്രിയൻസ് ഒന്നും അതിനകത്ത് ഇല്ല. ന്യൂട്രിയൻസ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ലീഫി വെജിറ്റബിൾസും മറ്റ് വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് ഒന്ന് റീഡ് ചെയ്യൂട്ടോ ഒരാള്. ഐഷ ഒന്ന് റീഡ് ചെയ്യാമോ? 3ാമത്തെ പാരാഗ്രാഫ്. ഇല്ല, ആൻസി റീഡ് ചെയ്യാമോ? Yes, ma'am, ഞാൻ വായിക്കാം. A well-balanced diet distributed into 5 or 6 small frequent meals in recommended using a variety of arrangements helps in meeting the nutritional needs easily as well as in developing a taste in the preschooler. Teachers can help parents by telling some instruction for useful foodsteps like
Pra- Partha stuffed with Parathas. Partha stuffed with vegetables, mixed vegetables, rice, fruits, cream, stewed fruit sweets containing vegetables such as carrot halwa, fruits, vegetables mix, lazy milkshakes, etc. Process such as germination helps in increasing the nutritive value of food items. Under illness, the food chosen would depend upon the disease, but an effort should be made to provide easily digestible, highly nutrition, common meals during ill health. Never strain a child during illness. Medical and dietary advice should be strictly adhered to. to. അപ്പോ ഈ മൂന്നാമത്തെ പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അമ്മമാരെ സ്ഥിരം അലട്ടുന്ന ഒരു പ്രശ്നമാണോ? അതെ മാം. അതെ. അതെന്താണ് നിങ്ങൾ കൂടുതൽ ഭയപ്പെടാനായിട്ട് കാരണം? പേടി എപ്പോഴും ഉണ്ടാവാനായിട്ട് കാരണം കുട്ടികൾ കഴിക്കാത്തത് കൊണ്ടാണോ? കഴിക്കാത്തത് കൊണ്ടാണ് അല്ലെ? ഓക്കെ. അപ്പൊ കുട്ടികൾക്ക് കുട്ടികൾക്ക് വളരുന്നതിന് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. കുട്ടികൾക്ക് നല്ല സ്ട്രെങ്ത് ഉള്ള ബോൺസ് ഉണ്ടാകുന്നതിന് എന്താണ് സഹായിക്കുന്നത്? പ്രോട്ടീൻ. ഓക്കെ. അസ്ഥികൾ നല്ല എന്താ പറയാ, നമുക്കിപ്പോ കുറച്ചൊക്കെ അതായത് നമ്മള് എന്തെങ്കിലും നമുക്ക് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അദ്ദേഹം നമുക്ക് മരുന്നുകളുടെ കൂട്ടത്തിൽ ഒരു ടാബ്ലറ്റ് കൂടി എഴുതാറുണ്ട്. കാൽഷ്യം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റു വിറ്റാമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണല്ലോ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? വൈറ്റമിൻസും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നിർബന്ധമായിട്ട് കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. നല്ല ആരോഗ്യം കുട്ടികൾക്ക് വേണമെങ്കിൽ ഡെയിലി കുട്ടികളുടെ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവ ബോൺ സ്ട്രെങ്തിനെ സഹായിക്കുന്നുണ്ട്, ഹാർട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞാല് അത് നമ്മളെ ബോൺ സ്ട്രെങ്തിനെ സഹായിക്കുന്നു, അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഡൈജഷനും മെച്ചപ്പെടുത്തുന്നു. അപ്പൊ ഇത്രയധികം കാര്യങ്ങൾ, ഇത്രയധികം ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്നത്. നമ്മൾ കുറച്ച് നാള് അതായത് ഒരു റോങ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ, നമുക്ക് എപ്പോഴും അസുഖങ്ങളാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചതൊന്ന് മാറ്റി പിടിക്കാനായിട്ട് റെഡിയാകണം. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? റോങ് ലൈഫ് സ്റ്റൈലാണോ ഫോളോ ചെയ്യുന്നത്? അല്ല, ശരിയായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെ? ഇനി അങ്ങനെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, എപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് വലയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി പിടിക്കണം. ഹെൽത്തി ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രമിക്കണം. ഹെൽത്തി ഫുഡുകൾ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നല്ലോണം ഉറക്കം കിട്ടുന്നത് കാണാനായിട്ട് സാധിക്കും, ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും, നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് കാണാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടേഴ്സ് എഴുതുന്ന ഒരു പ്രധാനപ്പെട്ട ടാബ്ലറ്റ് ആണ് കാൽഷ്യം ടാബ്ലറ്റ്. എന്തിനാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ എന്താണ് ഇതിന് റോൾ ഉള്ളത്? എല്ലിന് നല്ലതാണ്. പിന്നെന്താണ്? എല്ലിനും പല്ലിനൊക്കെ പല്ലിന് നല്ലതാണ് അല്ലെ? എല്ലിനും പല്ലിനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് എന്ത്? കാൽഷ്യം എന്ന് പറയുന്നത്. കാൽഷ്യം നമുക്ക് പാൽ ഉൽപ്പന്നങ്ങള്, പിന്നെ അതുപോലെ തന്നെ ചെറിയ മീനുകളുണ്ട്, അതിൽ നിന്ന് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ചെറിയ മീൻ, ആ മീനിന്റെ പേരറിയാമോ നിങ്ങൾക്ക്? ഭയങ്കര കാൽഷ്യം റിച്ച് ആണെന്നാണ് പറയുന്നത്. നത്തോലിയാണോ? എനിക്കറിയില്ല, ഞങ്ങളുടെ ഇവിടെ നന്ദന പറയാ കേട്ടോ. പിന്നെ പിന്നെ ചിത്രപ്പല് കൂടുതലായിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല.
വളരെ ചീപ്പ് റേറ്റിനൊക്കെയാണ് അത് കിട്ടുന്നത്. അധികം വിലയില്ല കേട്ടോ. അയ്യോ അപ്പൊ ടീച്ചർ അത് നത്തോലി തന്നെ. എന്താണ് റസീന? കൊഴുവേണ അത് എനിക്കറിയില്ല കേട്ടോ. ടീച്ചർ ഈ ഭയങ്കര വില കുറവാ. കൊഴുവ എന്ന് പറയുന്നത് അത് പല ജില്ലകളിലും പല നെയിമാണ്. നൊത്തോലി എന്ന് ട്രിവാൻഡ്രത്താണ് അറിയുന്നത്, കൊഴുവാന്ന് ആലപ്പുഴ ജില്ലയിലും അങ്ങനെ അറിയുന്നേ. അങ്ങനെ അറിയുന്നല്ലേ. ഒരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞപ്പോ ഒരു കുട്ടിയുടെ വീട്ടില് അതായിരുന്നു മീൻ, അതായിരുന്നു അത്. ആ കുട്ടി വീഡിയോ ഓൺ ചെയ്ത് കാണിച്ചു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇതാണ് മീൻ എന്ന്. പല നാടുകളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഫിഷ് മാർക്കറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ വെറുതെ തരും അത് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു തീരാറായിട്ടുണ്ടെങ്കിൽ. കാരണം ഭയങ്കര വില കുറവാ സംഭവത്തിന്. പിന്നെ ഇത് കുറച്ച് കട്ട് ചെയ്യാനൊക്കെ കുറച്ച് പാടാ, കുറെ നേരം ഇരിക്കണം തിന്നേല്. ഞങ്ങളുടെ ഇവിടെ നന്ദന പറയാ. നന്ദന പറയാ അല്ലേ? എറണാകുളത്ത് നന്ദന പറയണത്. അതെ അതെ. കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഫ്രൈ ചെയ്യുന്നതാണ് ടേസ്റ്റ് ഫ്രൈ ചെയ്യുന്നതാണ്. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കറി വെച്ച് കൊടുക്കുന്നതാണ്. അത് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഇതാണ്. ഡോക്ടേഴ്സ് ഒക്കെ ഇടയ്ക്ക് പ്രിഫർ ചെയ്യാറുണ്ട്. അതായത് ആ മരുന്നിന്റെ കൂടെ തന്നെ ഈ ചെറുമീൻ കഴിക്കണം എന്നുള്ളത് പറയാറുണ്ട്. അത്രയും നല്ലൊരു കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എന്താ പറയാ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെ? ഏതൊക്കെയാണ് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ? ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് വരില്ലേ? പറഞ്ഞോളൂ. വാഴപ്പിണ്ടി. യെസ്, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വാഴപ്പിണ്ടി. പിന്നെ നമ്മള് വെജിറ്റബിൾസ്, ചില വെജിറ്റബിൾസ് ഉണ്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള, ചില വെജിറ്റബിൾസ് ഫൈബർ റിച്ച് ആയിട്ടുള്ള. പിന്നെ നമ്മള് നമ്മുടെ ലൈഫിലൊക്കെ ഉപയോഗിക്കുന്ന ഓട്സ് ഫൈബർ റിച്ച് അല്ലേ? ഓട്സ് ഉപയോഗിക്കാറുണ്ടോ? ഫൈബർ റിച്ച് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റീം ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് കൂടുതലും നല്ലതാണ്. നമ്മൾ കുറുക്കിയൊക്കെ കഴിക്കുന്നതൊക്കെയാണ്. പക്ഷെ സ്റ്റാർച്ച് വരും അതിൽ നിന്ന്. നമ്മളങ്ങനെ എന്താ പറയുമ്പോ, അതായത് വെള്ളത്തിൽ നമ്മളിങ്ങനെ കുറുക്കി കഴിക്കുമ്പോൾ സ്റ്റാർച്ച് ഉണ്ടാകും. നമ്മൾ ചോറിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു സംഭവം അതിനകത്തുനിന്നും വരും. അതിന് പകരം നമ്മൾ കൂടുതൽ ഇപ്പോ പുട്ടായിട്ട് യൂസ് ചെയ്യുകയോ ഉപ്പുമാവായിട്ട് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ദോശയായിട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെനിഫിറ്റ് കൂടുതലാണ്. ആവിയിൽ വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ സ്മൂത്തി ആയിട്ട് കഴിക്കാറുണ്ട്. അത് ഇതൊന്നും ആവുന്നില്ലല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാല് വെള്ളത്തിൽ ശരിക്കും വേവിക്കുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ കണ്ടന്റ് അങ്ങനെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ ചേർത്തിട്ട്, ഇപ്പൊ പഴം, അതുപോലെ ഡേറ്റ്സ്, പിന്നെ മറ്റ് നട്ട്സുകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് വാല്യൂ ഇതിന് കൂടും. അതുകൊണ്ടാണ് ആളുകൾ അത് സ്മൂത്തി ആയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ചെയ്യാറുണ്ടോ? ഓട്സിന്റെ സ്മൂത്തി കഴിക്കാറുണ്ടോ? ചിലപ്പോ കഴിക്കാറുണ്ട്. നല്ലതല്ലേ? ചില ആളുകൾക്ക് വിശപ്പ് തീർന്നെന്ന് തോന്നും, ചില ആളുകൾക്ക് വീണ്ടും വിശക്കും. അപ്പോ നമ്മൾ കൂടുതൽ, അതായത് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിന്റെ ഇതാണ് ന്യൂട്രീഷ്യസ് വാല്യൂ ആണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത്. ഓട്സിന്റെ കൂടെ തന്നെ മറ്റു ചില കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ന്യൂട്രീഷ്യസ് ഫുഡാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ബോയിൽ, അതായത് പുട്ടുണ്ടാക്കി കഴിക്കുവാണെങ്കിൽ, ഓട്സിന്റെ പുട്ടുണ്ടാക്കി അതിന്റെ കൂടെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കടല, പയർ അതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് കഴിക്കുവാണെങ്കിൽ അതും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വാല്യൂ തരുന്നതാണ്. ഇത്തരത്തില് കുറേയധികം ഫുഡ് ഐറ്റംസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് കുറെ നാൾ കഴിച്ചു കഴിയുമ്പോഴാണ് അതിന്റെ രുചി നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചസാര. നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഷുഗർ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റു ഭക്ഷണങ്ങളുടെ രുചി കൂടുതലായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഷുഗർ കട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, എല്ലാവരും ഷുഗർ കഴിക്കുന്നവരാണ്. ഷുഗർ കഴിക്കേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഷുഗറിന്റെ ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അളവ് നമ്മളൊന്ന് കുറച്ച് കഴിഞ്ഞാല് മറ്റ് ഫുഡുകളുടെ രുചി, ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ഫുഡ്, ചില ഫുഡ് ഐറ്റംസ് ഒക്കെ ഹെൽത്തി ആയിരിക്കും, പക്ഷെ നമുക്കതിന്റെ എന്താ പറയാ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ പഞ്ചസാര ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ രുചി അറിയാനായിട്ട് സാധിക്കും. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമുണ്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ട്. അതിനകത്ത് തന്നെ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾസ് ഉണ്ട്. ഇപ്പൊ ബ്രൊക്കോളി പോലുള്ള
അല്ലെ? ബ്രക്കോളി കുറച്ച് റേറ്റ് കൂടുതലാണ്, നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ആയിരിക്കും അത് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാലും അത് വളരെ നല്ലൊരു വെജിറ്റബിൾ ആണ് ബ്രക്കോളി. നമ്മുടെ വെയിറ്റ് ലോസിനും നമ്മുടെ ഹെൽത്തിനൊക്കെ സഹായിക്കുന്നതാണ് ബ്രക്കോളി. അതുപോലെ തന്നെ അവോക്കാഡോ, പിന്നെ അതുപോലെ തന്നെ അമരാന്തസ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോ ഇതിലൂടെ നമുക്ക് ഡൈജഷൻ മെച്ചപ്പെടുകയും എനർജി ഉണ്ടാവുകയും അതുപോലെ നെർവ് സിസ്റ്റത്തിനെ കൂടുതൽ, നമ്മുടെ ഞരമ്പുണ്ടല്ലോ, നമ്മുടെ നാഡി പരമായിട്ടുള്ള നമ്മുടെ നെർവ് സിസ്റ്റം, അതിനെ കൂടുതൽ ഇംപ്രൂവ് ആക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡൈജഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഡൈജഷൻ, അതായത് ഡൈജഷൻ എന്ന് പറയുന്ന കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബ്രെയിനും നമ്മുടെ ഗട്ടും തമ്മിൽ നേരിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ കൂടുതൽ നമുക്ക് എന്താ പറയാ, വിശപ്പ്, നമ്മൾ എങ്ങനെയാണ് വിശപ്പ് അറിയുന്നേ? നമ്മുടെ തലച്ചോറല്ല ആവശ്യപ്പെടുന്നേ, ആണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ വയറാണോ ആവശ്യപ്പെടുന്നത്, തലച്ചോറാണോ ആവശ്യപ്പെടുന്നത്, ബ്രെയിൻ ആണോ? ഏതാ ആവശ്യപ്പെടുന്നേ വിശക്കുന്നോന്ന്? അറിയില്ല, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ബ്രെയിൻ ബ്രെയിൻ ആണ് ആവശ്യപ്പെടുന്നത് അല്ലെ? നമ്മളിപ്പോ ഭയങ്കര ടയേർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ഗ്ലാസ് ചായ കുടിക്കാനായിട്ട് തോന്നുവാണ്. ആരാ ആവശ്യപ്പെടുന്നത് നമ്മളോട്? ബ്രെയിൻ ആണ്, തലച്ചോറാണ്. നീ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വരും, അപ്പൊ നിനക്ക് ഉന്മേഷം കിട്ടുമെന്ന് പറയുന്നത് ബ്രെയിനാ. ആ ബ്രെയിനിന്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ചില ആളുകൾ പറയാറുണ്ട് കൺട്രോൾ ചെയ്യണം എന്ന് പറയാറുണ്ട് ഫുഡ്. അതായത് ചില ആളുകൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ബ്രെയിൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. അതായത് നമ്മുടെ ബ്രെയിൻ നമ്മളോട് കുറെ അധികം കാര്യങ്ങൾ പറയും ചെയ്യാനായിട്ട്, പക്ഷെ നമ്മളുടെ മനസ്സുകൊണ്ട് അത് കൺട്രോൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ, അമിതമായിട്ടുള്ള വിശപ്പ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ. കുറെ അധികം കാര്യങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന ആളുകൾ ചെയ്യുന്നില്ലേ? അവർ കുറെ അധികം, അതായത് വളരെയധികം നേരത്തെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് വിശക്കില്ലേ? ഒരു 6 മണി 7 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകള് സ്ഥിരമായിട്ട് 10 മണിക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഒരു ദിവസം അയാൾ 7 മണിക്ക് കഴിച്ചു. ബ്രെയിൻ വെറുതെ ഇരിക്കും അയാളുടെ. എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? കഴിക്കണം എന്ന് പറയും. കാരണം നേരമായിട്ടില്ല. അയാൾ ഡെയിലി കഴിക്കുന്നത് 10 മണിക്കാണ്. ഒരു ദിവസം 7 മണിക്ക് കഴിച്ച് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു. പിന്നെയും 8 മണിക്ക് 9 മണിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കഴിക്കാനായിട്ട്. പക്ഷെ ആ സമയം അദ്ദേഹത്തിന്റെ മനസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം, കഴിക്കരുത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ബ്രെയിനും നമ്മുടെ ഗട്ടും തമ്മിൽ നേരിട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മള് ഗട്ട് ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് അമിതമായിട്ട് വിശപ്പ് ഉണ്ടാവാതിരിക്കുക, നമുക്ക് ഒരു വിധത്തിലുള്ള രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ വയറിന്റെ ആരോഗ്യം ഒരു 90% ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുവിധം അസുഖങ്ങളിൽ നിന്ന് മുക്തി കിട്ടും. അതുപോലെ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആവും, ആക്റ്റീവ് ആവും, എനർജറ്റിക് ആവും. ഇതൊക്കെ നമ്മുടെ ഗട്ട് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒരു നേരമെങ്കിലും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഏതൊക്കെയാണ് പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള്? നമ്മൾ സാധാരണ കഴിക്കുന്ന മോര്, തൈര്, യോഗട്ട്, ഇതൊക്കെ എന്താണ്? പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ്. ഇത് നമ്മൾ ഒരു നേരമെങ്കിലും ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുവഴി നമുക്ക് എളുപ്പത്തിൽ ഡൈജഷൻ നടക്കും, നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും. അതറിയോ നിങ്ങൾക്ക്? ഡൈജഷൻ മര്യാദയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുമോ? പ്രിപ്പറേഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കും ഉറങ്ങുന്ന സമയത്ത്. ഡൈജഷനൊക്കെ നമുക്ക് മാത്രമേ വിശ്രമമുള്ളൂ, നമ്മുടെ ബോഡിക്ക് വിശ്രമമില്ല. ആ സമയത്ത് ഡൈജഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിന് അവിടെ ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, അപ്പൊ എപ്പോഴാണ് സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ബോഡി ഡൈജഷൻ നടന്നിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അത് പറയാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തില് വൈറ്റമിൻ B12 സോഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ അത് വൈറ്റമിൻ B12 എന്ന് പറയുന്നത് നമുക്ക് മീറ്റ്, എഗ്, ഫിഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. പിന്നെ വൈറ്റമിൻ D സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാലോ, സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വൈറ്റമിൻ D കിട്ടുന്നത്. ശരിയാണോ? സൺലൈറ്റിൽ നിന്നല്ലേ? ഓക്കെ, അപ്പൊ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് ഇപ്പോഴത്തെ ആളുകൾ പലവരും വൈറ്റമിൻ D സൊല്യൂഷൻ എടുക്കുന്നത്
അല്ലെ? ഇപ്പൊ എല്ലാവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കുറവായിരിക്കുള്ളൂ. ഇപ്പൊ കാണുന്ന ജനറൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണത്. എല്ലാവർക്കും വൈറ്റമിൻ ഡി കുറവുണ്ട്. ഇവിടെ ആർക്കൊക്കെയാണ് വൈറ്റമിൻ ഡി കുറവുള്ളത്? ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ വൈറ്റമിൻ ഡി? പ്രഗ്നൻസിയിൽ കുറവുണ്ടായിരുന്നു, ഇപ്പൊ നോർമലായി. ഇപ്പൊ നോർമലാണ് അല്ലെ? ഓക്കെ. കൂടുതൽ ആളുകൾക്കുണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, കാരണം അധികം ആളുകളും വെയിൽ കൊള്ളുന്നില്ല. മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ആളുകളും പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരും കമ്പ്യൂട്ടറിന് മുമ്പിലാണ്, എല്ലാവരും ഒരു കെട്ടിടത്തിനുള്ളിലാണ് സ്റ്റേ ചെയ്യുന്നത് അല്ലെ? അപ്പൊ വൈറ്റമിൻ ഡി, പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കൊടയുണ്ടാകും. ഇപ്പൊ കൂടുതൽ ആളുകളും ടൂ വീലേഴ്സും അതുപോലെ കാറുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നടക്കുന്നോ അങ്ങനെയുള്ള സൈക്ലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ വൈറ്റമിൻ ഡി സ്വാഭാവികമായിട്ട് കുറവ് വരും. അപ്പൊ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? കുറച്ച് ദിവസത്തേക്ക് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റോ അല്ലെങ്കിൽ സൊല്യൂഷനോ കൊടുക്കും. അത് കഴിച്ചിട്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നോർമലാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഒരു ദിവസം ഒരു നിശ്ചിത സമയമെങ്കിലും വെയിൽ കൊള്ളുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾക്ക് ഇരുമ്പിന്റെ സാന്നിധ്യം കാരണമാണ് ഓക്സിജൻ വഹിക്കാൻ കഴിയുന്നത്. അയൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന്. ശരിയാണോ? അയണിന്റെ കുറവ് മൂലം എന്ത് സുഖമാ വരുന്നേ? അയണിന്റെ ഡെഫിഷ്യൻസി, അനീമിയ അല്ലേ? അനീമിക് ആവും അല്ലെ? കുട്ടികളിലൊക്കെ നമുക്ക് വിളർച്ച, ആ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾക്ക് അല്ലെ, എന്താ പറയാ, ചുവന്ന രക്താണുക്കളും ഉണ്ട്, ശ്വേത രക്താണുക്കളും ഉണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും RBC, WBC അല്ലെ? ഈ രക്താണുക്കൾക്ക് ഇരുമ്പിന്റെ സാന്നിധ്യം, ഇരുമ്പുള്ളത് കൊണ്ടാണ്, അയൺ ഉള്ളത് കൊണ്ടാണ്, അതിന്റെ സാന്നിധ്യം കാരണമാണ് ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകാൻ, അതായത് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? അവിടെ ഓക്സിജൻ നേരായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള അയൺ വേണം. റെഡ് മീറ്റ്, അമരാന്തസ്, അതുപോലെ തന്നെ ക്യാബേജ്, പച്ചില വർഗ്ഗങ്ങള്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം അയൺ കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇനിയിപ്പോ പറഞ്ഞത്. തേർഡ് പാരഗ്രാഫിന്റെ സെക്കൻഡ് പാരഗ്രാഫിന്റെ തുടർച്ചയാണ് കേട്ടോ. തേർഡ് പാരഗ്രാഫ് ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് പറയാനായിട്ട് പോകുന്നേ ഉള്ളൂ. നമ്മളിത് നേരത്തെ പറഞ്ഞൊരു കാര്യം, എ വെൽ ബാലൻസ്ഡ് ഡയറ്റ് distributed into 5 or 6 small frequent meals is recommended. Using a variety of arrangements helps in meeting the nutritional needs easily as well as in developing a taste in the preschooler. Teachers can help parents by telling some instructions for useful foodstuffs like paratha stuffed with vegetables, mixed vegetable rice, fruit cream, stewed fruit, sweets containing vegetables such as carrot halwa, fruit vegetables mix, lassi, milkshake, etc. Process such as germination, sprouting of whole pulses helps in increasing the nutritive value of food items. Under illness, the food chosen would depend upon the disease, but an effort should be made to provide easily digestible, highly nutritious small common meals during ill health. Never starve a child during illness. Medical and dietary advice should be strictly adhered to. Okay. അതായത് ഇവിടെ എന്താ പറയുന്നത്? ആർക്കെങ്കിലും മനസ്സിലായോ വായിച്ചിട്ട്? മനസ്സിലായെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എങ്ങനെയായിരിക്കണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്? സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആയിട്ട്. സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആയിട്ടായിരിക്കണം കൊടുക്കേണ്ടത് അല്ലേ? എത്ര തവണ കൊടുക്കാം? 5 അല്ലെങ്കിൽ 6 വിഭജിച്ചിരിക്കുന്നത്. പിന്നെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മള് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ 5 or 6 ചെറിയ ഇടവേളകൾക്കിടയിൽ ഭക്ഷണം കൊടുക്കുക. 5 or 6 സമയം, അതായത് മീൽ ടൈം എന്ന് പറയുന്നത് 5 or 6 ആക്കുക. 3 നേരത്തെ ഭക്ഷണത്തിന് പകരം 6 നേരം ചെറിയ ചെറിയ ഇടവേളകൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു 5 or 6 times ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം ഒരു സമീകൃത ആഹാരം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് രൂപത്തിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വെറൈറ്റി ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറൈറ്റി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് കഴിക്കില്ലേ? വെറൈറ്റി ആയിട്ട് ഫുഡ് കൊടുക്കുമ്പോ ഇപ്പൊ ഒരു കുട്ടിക്ക് ഇന്നലെ പുട്ടും കടലയായിരുന്നു, ഇന്ന് പുട്ടും കടല കൊടുത്തു, നാളെയും പുട്ടും കടലയാണ്. കുട്ടിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വരും? അവിടെ മടുപ്പ് വരില്ലേ? അങ്ങനെ കഴിക്കാനായിട്ട് ആരെങ്കിലും റെഡി ആവോ? ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടാകും. ചില കുട്ടികള് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഒരു ഭക്ഷണം തന്നെ അവർക്ക് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ചില കുട്ടികൾ ചോറ് കഴിക്കുന്ന കുട്ടികളുണ്ട് രാവിലെ തന്നെ, അവർക്ക് അത് കഴിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ഇല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കുട്ടികൾ ആരെങ്കിലും ചോറ് കഴിക്കുന്നവരുണ്ടോ? ഇല്ല. ചില കുഞ്ഞുങ്ങൾ കഴിക്കും കേട്ടോ, കഞ്ഞിയായിട്ട് ചോറായിട്ടൊക്കെ കഴിക്കുന്ന കുട്ടികളുണ്ട്. ഇനി ചില കുട്ടികൾക്ക് ഒരു ഫുഡ് തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പൊ ദോശ ഇഷ്ടമുള്ള ആളുകളുണ്ട്, ഇഡലി ഇഷ്ടമുള്ള ആളുകളുണ്ട്, ചപ്പാത്തി ഇഷ്ടമുള്ള ആളുകളുണ്ട്. അവർക്ക് ഡെയിലി അത് തന്നെ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ മെജോറിറ്റിയും കുട്ടികൾക്ക് എന്തില്ല, ഒരു ഭക്ഷണം തന്നെ കഴിക്കുന്നതിനോട് വിയോജിപ്പാണ്, അവരത് അവോയ്ഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ഒരേ ഭക്ഷണം തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അതിനോട് വെറുപ്പും മടുപ്പും തോന്നാനായിട്ട് ഇടവരുത്തും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഇന്ന് പുട്ടക്കടലയാണെങ്കിൽ നാളെ ചപ്പാത്തിയും കുറുമ ഉണ്ടാക്കുക, മറ്റന്നാൾ ഇടിയപ്പവും കടല ഉണ്ടാക്കുക. അങ്ങനെ വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രീ സ്കൂൾ, അതായത് 3 to 6 years ആ സമയത്ത് തന്നെ കുട്ടികളുടെ ഡയറ്റ് പ്ലാൻ നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. കുട്ടികളുടെ ഡയറ്റ് പ്ലാനിൽ നമ്മൾ പ്രധാനമായിട്ടും വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കഴിക്കാത്ത ചില കുഞ്ഞുങ്ങളുണ്ട്. വെജിറ്റബിൾസ് കഴിക്കാത്ത ചില കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചില സമയത്ത് ട്രൈ ചെയ്യാറുണ്ട് മിക്സഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ചെയ്യാറുണ്ട്. ചില കുട്ടികള് ബിരുദന്മാരുണ്ട്, അവരെന്ത് ചെയ്യും? ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അതിന്റെ പച്ചക്കറികളൊക്കെ കളഞ്ഞിട്ട് റൈസ് മാത്രം എടുത്ത് തിന്നും. അങ്ങനെ ഉണ്ടാവും? ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യും? മൈന്യൂട്ടായിട്ടായിരിക്കും ചിലപ്പോ കട്ട് ചെയ്തൊക്കെ ഇടുന്നത്, വളരെ ചെറിയ പീസൊക്കെ ആയിട്ടായിരിക്കും കട്ട് ചെയ്തിടുന്നത്, ക്യാരറ്റും ബീൻസും മറ്റു ക്യാപ്സിക്കും ഒക്കെ. പക്ഷെ അവരെന്ത് ചെയ്യും? അത് കണ്ടുപിടിച്ചിട്ട് പെറുക്കി എടുത്ത് കളയും. ഓക്കെ, അങ്ങനെ ബിരുദന്മാരായിട്ടുള്ളവരുണ്ട്. ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഇത് കഴിക്കും. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ എഗ്ഗൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് കഴിക്കും. മറ്റുള്ളവർ ബിരുദന്മാരെന്ത് ചെയ്യും? അതെടുത്ത് കളയുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട് ക്രീം ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്രീം ഇതായിട്ട് ഫ്രൂട്ട് ഐസ്ക്രീം പോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മധുരം ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോ കൂടുതൽ ഹെൽത്തി ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ എന്താ പറയാ, ക്യാരറ്റ് ഹൽവ പോലുള്ള സ്വീറ്റ് കണ്ടെയ്നിങ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ, അതുപോലെ തന്നെ എന്താ പറയാ ലസ്സി പോലുള്ള കാര്യങ്ങൾ, മിൽക്ക് ഷേക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതായത് വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ലസ്സി, മിൽക്ക് ഷേക്ക്, ക്യാരറ്റ് ഹൽവ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ക്യാരറ്റ് ഹൽവ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ക്യാരറ്റ്, അതുപോലെ തന്നെ മധുരം, അതുപോലെ നെയ്യ്, പിന്നെ നട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ വയറ്റിലോട്ട് ചെല്ലുന്നതാണ് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഭക്ഷണത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. സ്പ്രൗട്ടർ ആയിട്ടുള്ള കാര്യങ്ങൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താറുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത്? അത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടാണോ കൊടുക്കുന്നത്? സ്പ്രൗട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ ദാല് പോലെ ഉണ്ടാക്കും. ഇപ്പം പരിപ്പ് കറിയാക്കും. ചെറുപയറിനെ ആദ്യം മുളപ്പിച്ചിട്ട് അതിനെ പരിപ്പ് കറി. ചെറുപയർ മുളപ്പിക്കും, ഒന്ന് പറയാമോ ആരതി? ചെറുപയർ മുളപ്പിച്ചിട്ട് നമ്മൾ നോർമലി ചപ്പാത്തിക്കൊക്കെ കറിയാക്കത്തില്ല, ഇതാ പരിപ്പ് കറി ആക്കുന്ന പോലെ ആക്കുമ്പോ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചോളും. 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 ടേസ്റ്റ് ഇഷ്ടമാണ്.
ടേസ്റ്റ് അങ്ങനെ തിരിച്ചറിയുന്നില്ല. അത് Taste സ്പ്രൗട്ട് ആണെന്ന് അറിയത്തില്ല. അറിയുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. കാരണം അതിന്റെ ന്യൂട്രീഷ്യസ് വാല്യൂ എന്ന് പറയുന്നത് കൂടുതലാണ്. നമ്മൾ സാധാരണ പയറുവർഗ്ഗങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഡബിൾ ആണെന്ത് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ അത്തരത്തിൽ ഇപ്പൊ കടലയായാലും പയറായാലും അല്ലെങ്കിൽ മറ്റ് പരിപ്പ് അങ്ങനെ കുറേയധികം ഐറ്റംസ് ഉണ്ടല്ലോ, മുതിര, ചെറുപയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുളപ്പിച്ചു കൊടുക്കുക. ഇനി മുളപ്പിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അത് ജസ്റ്റ് ദോശ ബാറ്ററിൽ ചേർക്കുക, എന്നിട്ട് ദോശയായിട്ട് ചുട്ടു കൊടുക്കുക. ഇതൊക്കെ അവരെ കഴിക്കാനുള്ള മാർഗങ്ങളാണ് കേട്ടോ. നിങ്ങൾ പല ട്രിക്കുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ? ഒന്ന് ഷെയർ ചെയ്യാമോ എന്തൊക്കെയാണെന്ന്? കുട്ടികൾ കഴിക്കുന്നത് ടീച്ചർ എന്റെ മോൾക്ക് ഈ ഭക്ഷണം ഒന്നും കൊടുത്തൂടാ ടീച്ചർ. മോൾക്ക് കിഡ്നി പ്രശ്നമുള്ളതാണ്. എന്റെ മോൾക്ക് 2 കിഡ്നിക്കും പ്രശ്നമാണ്. അപ്പോ മോൾക്ക് പയറ്, പരിപ്പ്, ഉരുളക്കിഴങ്ങ്, കപ്പ അങ്ങനത്തെ ഐറ്റം ഒന്നും കൊടുത്തൂടാ. ഗ്യാസ് കയറുന്ന കൊടുത്തൂടാ. പിന്നെ നട്ട്സ് കൊടുത്തൂടാ, നെയ്യ് കൊടുത്തൂടാ. പിന്നെ ഈ യോഗേർട്ട് അതൊന്നും കൊടുക്കത്തില്ല. പിന്നെ ഈ പാല് മാത്രമായിട്ട് കൊടുക്കാം. നമ്മൾ മറ്റേ ഈ അമൂലിന്റെ പൊടി, ചായപ്പൊടി, കാപ്പിപ്പൊടി അതൊന്നും കൊടുത്തൂടാ. പിന്നെ ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുത്തൂടാ. ഇപ്പൊ ചോറ് കൊടുത്താലും ടീച്ചർ നമുക്ക് മോക്ക് ഒരു നമ്മൾ സാധാരണ ഒരു കുഞ്ഞിന് കൊടുക്കുന്ന ലെവലിന് കുഞ്ഞിന് കൊടുക്കാൻ പറ്റത്തില്ല ചോറ്. കുറച്ച് അളവില് മോള് പൊതുവെ പച്ചക്കറി കഴിക്കാറില്ല. മോക്ക് ഇലവർഗ്ഗമാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മുട്ട ഡെയിലി ഓരോന്ന് കൊടുക്കണം. പിന്നെ ഏത്തപ്പഴവും ഫ്രൂട്ട്സും എല്ലാം കൊടുത്തൂടാ. ഓറഞ്ചും ആപ്പിളും ആണ് കൂടുതലും കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മോക്ക് ഫുഡില് ചെറിയൊരു ഇതുണ്ട്. കാരണം ഇതൊന്നും ഇത്രയും പറഞ്ഞതില് മോക്ക് കൂടുതലും കൊടുക്കാൻ പറ്റാത്ത ആഹാരങ്ങളാണ്. അപ്പൊ നമ്മള് അതെ കുഞ്ഞിനെ ഇന്നലെയും കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതേ ഉള്ളൂ. മോക്ക് ഇങ്ങനെ വർഷം തോറും സ്കാനിങ് ഉണ്ട്. അപ്പോ നമ്മള് ഡോക്ടർ പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കുഞ്ഞ് ഇതുവരെ മെഡിസിൻ കഴിക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല. സർജറി അതെ. നമ്മള് സാധാ പോലെ അല്ലല്ലോ, കുട്ടിയുടെ കാര്യം സ്പെഷ്യൽ കെയർ വേണ്ട കുട്ടിയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കുഞ്ഞ് കഴിക്കോ ഇത്? കുഞ്ഞ് മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ, കുഞ്ഞിന് എത്ര വയസ്സായി ഇപ്പോ? കുഞ്ഞിന് 4 വയസ്സ്. മറ്റുള്ളവർ നിങ്ങളൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഇല്ല. കുഞ്ഞിനെ അറിയാം കുഞ്ഞിന് ഇങ്ങനെ ഒരു അസുഖമുള്ളതാണ്. അങ്ങനെ ബഹളമൊന്നും വെക്കാറില്ല. പിന്നെ വെള്ളം ആയിരുന്നാലും ടീച്ചർ നമ്മള് നോർമലി കുടിക്കുന്ന അളവ് കുഞ്ഞിന് കൊടുക്കാൻ പറ്റത്തില്ല. വെള്ളവും കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. കുഞ്ഞിന് എപ്പോഴും യൂറിൻ പോകാൻ പാടില്ല. പിന്നെ മോഷൻ ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും പോകണം. ഇന്നലെയും പോയി എക്സ്റേ എടുത്തപ്പോ വയറ്റിൽ മോഷൻ കെട്ടിക്കിടക്കുന്നെന്നും പറഞ്ഞ് കുറെ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ്, വയറ് ക്ലീൻ ചെയ്യണമായിരുന്നു. അങ്ങനെയൊക്കെ കുറെ ഒരു ഇതിലാണ് നടക്കുന്നത് കുഞ്ഞിനെ. എവിടെയാ കാണിക്കുന്ന മോളെ? ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അവിടെ സർജറിയില്, കുട്ടികളുടെ സർജറിയിലാണ് കാണിക്കുന്നത്. ഞാൻ ആ മോളെ പ്രഗ്നന്റ് ആയി 5-ാം മാസം കണ്ടുപിടിച്ച അസുഖമാണ്. അപ്പോ ഈ ഭക്ഷണത്തിനൊക്കെ ടൈം അങ്ങനെ ഉണ്ടോ? ഇന്ന നേരത്തെ കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ? 3 നേരേ കൊടുക്കാൻ പറ്റുള്ളൂ ടീച്ചർ. പിന്നെ മോൾക്ക് വയറ് ഒരുപാട് നിറഞ്ഞാലും മോള് വൊമിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകും. അങ്ങനെയൊന്നും മോക്ക് ഈ വൊമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് മോക്ക് ഇങ്ങനെ ഛർദിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനത്തെയൊക്കെ കുറച്ച് ഇതുണ്ട് മോൾക്ക്. അപ്പൊ എല്ലാം ഒരു ലിമിറ്റിനെ കൊടുക്കുള്ളൂ. പിന്നെ പാല് 2 നേരം കൊടുക്കും. 1 ഗ്ലാസ് പാല് അത് 2 നേരം മസ്റ്റ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഴത്തില് ഏത്തപ്പഴമാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കുഞ്ഞ് അത് കഴിക്കത്തില്ല. ബാക്കിയുള്ള ചെറുപഴങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. അത് കൊടുത്തിട്ട്, കാരണം കുഞ്ഞിന് ഗ്യാസ് കയറാൻ പാടില്ല. ചില ഫുഡ് ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഗ്യാസ് കയറും. അപ്പൊ കുഞ്ഞിന് ഗ്യാസ് കയറാൻ പാടില്ല. അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പൊ പയറ് കുഞ്ഞിന് കൊടുത്തുകൂടാ. പയറ് ഗ്യാസ് എന്നാണ് ഡോക്ടർ പറയുന്നത്. പയറ്, പരിപ്പ്. അതെ. ഇതിനെന്താ ട്രീറ്റ്മെന്റ്? ഓക്കെ ടീച്ചർ. അല്ല, അതിന് കുഞ്ഞിന് എന്താ ഭാവി, എന്താ ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ട്രീറ്റ്മെന്റ് നമ്മൾ 6 മന്ത്സ് കൂടുമ്പോൾ സ്കാൻ എടുക്കുന്നുണ്ട്. പിന്നെ മെഡിസിൻ ഇപ്പോൾ കഴിക്കാതിരിക്കുന്നത് നമ്മൾ കുഞ്ഞിലെ തൊട്ടേ പറഞ്ഞ ഫുഡ് നമ്മൾ അത്രയും കുറച്ച് കുഞ്ഞിനെ വെള്ളത്തിന്റെ അളവും അവർ പറയുന്ന രീതിക്കാണ് കൊടുക്കുന്നത്. പിന്നെ സിംറ്റം എന്ന് പറയുന്ന ഇതിന്റെ കുഞ്ഞിന്റെ കാൽപാദം നമ്മുടെ കൈയുടെ ഫ്രണ്ട് വശം, വെള്ളയല്ല ഫ്രണ്ട് വശത്തും
നീര് വരരുത്. നീര് വരുന്നതാണ് ഇതിന്റെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ യൂറിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഒരു അരമണിക്കൂറിനുള്ളിൽ മോള് 10 പ്രാവശ്യം പോകും. ഇന്നലെ ഒരു 4 മണി തൊട്ട് 4:30 അതിനിടയ്ക്കായിട്ട് മോള് ഒരു 10 പ്രാവശ്യം പോയിട്ടുണ്ട്. ആ 10 പ്രാവശ്യം പോയാലും മോൾക്ക് 6 പ്രാവശ്യം മാത്രമേ മൂത്രം പോയിട്ടുള്ളൂ. ബാക്കി 4 പ്രാവശ്യം മോൾക്ക് മൂത്രം മുട്ടുന്നുണ്ട്, പക്ഷെ പോകുമ്പോ മൂത്രം പോകുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ ടോയ്ലറ്റിൽ പോയാലും അയാൾക്ക് മോഷൻ പോയാലും മൊത്തവും പോകുന്നില്ല, ബാക്കി വയറിൽ കെട്ടിക്കിടക്കുകയാണ്. അത് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അത് താഴോട്ട് ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ട്, അവിടെ ഒരു തടസ്സമുണ്ട്. അത് കിഡ്നി ഇങ്ങനെ നീരടിച്ച് നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ്. മൂക്ക് സാധാരണ എന്ന് പറയുമ്പോൾ ഒരു കിഡ്നിക്കാണ് പ്രശ്നം വരുന്നത്. നോർമലി ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൂടുതൽ ആൺകുട്ടികൾക്കാണ് കാണപ്പെടുന്നത്. പക്ഷെ ഇത് മോളാണ്. മൂക്ക് 2 കിഡ്നിക്കും പ്രശ്നമാണ്. എന്റെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് കുഞ്ഞ് ഇത്രയും നാളായിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ ദൈവമായിട്ട് തന്നിട്ടില്ല. സ്കാനിങ്ങിലൂടെയാണ് പോകുന്നത്. പിന്നെ ഫുഡും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇപ്പൊ പോയി, ഇനിയിപ്പോ നാളെ കുഞ്ഞിന് സ്കാനിങ് ഉണ്ട്. അത് കഴിയുമ്പോഴേ ഇനി മെഡിസിൻ എടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം പറയത്തുള്ളൂ. കുഞ്ഞു മറ്റു കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ്? നല്ല ആക്റ്റീവാണ്. സ്കൂളില് ഫസ്റ്റ് റാങ്ക് ആണ്. ക്ലാസ്സിൽ LKG-യിലാണ്. എല്ലാം നല്ല പഠിക്കാനും സ്കൂളിലെ ഏറ്റവും ഇളയ കുട്ടിയുമാണ്. 4 വയസ്സേ ഉള്ളൂ. ഞാൻ നേരത്തെ ചേർത്തതാണ്. നല്ലപോലെ പഠിക്കുകയും എല്ലാം സ്കൂളിൽ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡിലും എല്ലാത്തിലും ഇതുള്ളയാണ്. അങ്ങനത്തെ. പിന്നെ കളിക്കുന്നതിലായിരുന്നാലും മോൾക്ക് കൂടുതൽ ഓടാൻ പറ്റത്തില്ല. പിന്നെ നമ്മള് ഈ വയറിന്റെ അവിടം വെച്ച് ഒരുപാട് ഇറുകുന്ന ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെയൊക്കെ കുറച്ച് ഇതുണ്ട്. ഈ ജീൻസ് അല്ലാതെ മിഡി അങ്ങനത്തെയൊക്കെ ഇതുണ്ട്. മൂക്ക് നമ്മുടെ അടിവയറിന്റെ താഴോട്ടായിട്ടേ ഇടാൻ പറ്റുള്ളൂ. വയറിന്റെ അവിടെ വെച്ച് നമുക്ക് ഒരുപാട് ടൈറ്റ് ചെയ്ത് ഇടാൻ പറ്റത്തില്ല. പിന്നെ ഈ സ്കൂളിൽ തന്നെ ഒരുപാട് ഈ സ്പോർട്സ് ഐറ്റംസ് ഉണ്ട്. ഈ ബാസ്കറ്റ് ബോള്, ഫുട്ബോള്, അതിനൊന്നും നമുക്ക് കുഞ്ഞിനെ വിടാൻ പറ്റത്തില്ല. നമുക്ക് അതിനൊക്കെ വിടണമെന്നുണ്ട്, പക്ഷെ അതിനൊന്നും നമുക്ക് വിടാൻ പറ്റത്തില്ല. കുഞ്ഞിന്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് കരാട്ടെ അതിനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാ ഈ സ്കൗട്ട് എന്ന് പറയുന്ന ഇതിലോട്ട് ചേർത്തത്. കാരണം കുഞ്ഞ് കുറച്ചും കൂടെ ആള് നോർമലാണ്, പക്ഷെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ. എന്തായാലും ബെറ്റർ ആവും കേട്ടോ. നോക്കാം നമുക്ക്. സമാധാനമായിട്ട് കിട്ടിയേട്ടോ. ഇത് ഈ അസുഖം ടീച്ചർ 12 വയസ്സ് വരെ ഇത് കാണുവോളെന്നാ ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞാൽ വരത്തില്ല. ഇത് 12 വയസ്സ് വരെ ഉണ്ട്. ഓക്കെ ടീച്ചർ. അപ്പൊ ഈ ഫുഡ് കുട്ടിക്ക് കൊടുത്തു വിടുമല്ലോ സ്കൂളില്, അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ടീച്ചറോടൊക്കെ? പറഞ്ഞിട്ടുണ്ട് ടീച്ചർ, പറഞ്ഞിട്ടുണ്ട്. അംഗനവാടിയിൽ വിടുമ്പോഴും അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ അതേപോലെ ശ്രദ്ധിക്കുന്നുണ്ട്, കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സ്പ്രൗട്ടഡ് ആയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ്, അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് അസുഖം വരുന്ന സമയത്ത് ആൻസി പറഞ്ഞ പോയിന്റ് ആണ്, അസുഖം വരുന്ന സമയത്ത് അസുഖത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും കുഞ്ഞുങ്ങളുടെ ഭക്ഷണ ക്രമീകരണം നടത്തുക കേട്ടോ. അതായത് അസുഖാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിന് ഇന്ന ഭക്ഷണങ്ങൾ, എല്ലാ ഭക്ഷണങ്ങളും കൊടുക്കാനായിട്ട് നമ്മൾ പറയില്ല. ആ രോഗത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ആ കുട്ടിയുടെ രോഗം അതിനെ ആശ്രയിച്ചിട്ടാണ് ആ കുട്ടിയുടെ ഫുഡ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഹെൽത്ത് കണ്ടീഷൻ മോശമായിരിക്കുന്ന ഒരു സമയത്ത് കുട്ടി കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എളുപ്പത്തിൽ ദഹിക്കുന്നതും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണവുമായിരിക്കാം. അല്ലെ, കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പനിയോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന കഞ്ഞി പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അല്ലെ, ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് എടുത്ത് പറയാറില്ലേ, ബേക്കറി ഐറ്റംസോ ജങ്ക് ഫുഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. എളുപ്പത്തിൽ ദഹിക്കുന്നത് കൊണ്ടാണ് മുന്നേ തന്നെ, അതായത് പണ്ട് കാലം തുടങ്ങി തന്നെ കഞ്ഞി നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കട്ടൻ ചായ, ബണ്ണ്, റസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പനി വരുന്ന സമയത്തൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ കഴിക്കുന്നത്? എളുപ്പത്തില് അറിയൂ എന്തുകൊണ്ടാണ് കഴിക്കുന്നത്? ഡൈജസ്റ്റ് ആവുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കുട്ടിക്ക് അസുഖാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ സാധാരണ ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതായത്
നമ്മൾ വെറൈറ്റീസ് ഉൾപ്പെടുത്താതെ, സുഖാവസ്ഥയിലാണെങ്കിൽ വെറൈറ്റീസ് ഉൾപ്പെടുത്താതെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ അസുഖമുള്ള സമയത്ത് കുട്ടിയെ ഒരിക്കലും നമ്മൾ പട്ടിണി കിടത്താനായിട്ട് പാടില്ല. ഓക്കെ, പട്ടിണി കിടരുത്. കാരണം കുഞ്ഞ് മരുന്ന് കഴിക്കുന്നതാണ്. അപ്പൊ മരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് അതിനൊരു പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിന് ഒരു സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ കുട്ടിക്ക് ഭക്ഷണം നമ്മൾ കൊടുത്തിരിക്കണം. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ടാബ്ലറ്റ്സ് കൊടുക്കുക, അല്ലെ? അപ്പൊ ഒരിക്കലും കുട്ടി ചിലപ്പോൾ വേണ്ടാന്ന് പറയും, ഭക്ഷണം വേണ്ടാന്ന് പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയെ ഭക്ഷണം കുറച്ചെങ്കിലും കഴിപ്പിച്ചിരിക്കണം. പിന്നെ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ചിട്ട് മാത്രമാണ് അസുഖ സമയത്ത് കുട്ടിക്ക് ഫുഡും അതുപോലെ തന്നെ മരുന്നും കൊടുക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? പിന്നെ എന്തെങ്കിലും വെറൈറ്റീസ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രിക്കുകൾ. ആൻസിയുടെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലേ? ഞാൻ റാഗി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. റാഗി അങ്ങനെ നമ്മൾ കുറുക്കിയിട്ടൊക്കെ കൊടുത്താൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനത് അപ്പമായിട്ടൊക്കെ കൊടുക്കും. അപ്പം പറയുമ്പോൾ നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ റാഗിപ്പൊടിയും കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ ഒരു അപ്പത്തിന്റെ മിക്സ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് 1 2 ഒക്കെ കഴിച്ചോളും. ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ ഓട്സ് ആണെങ്കിലും കുറുക്കിയിട്ട് ഇഷ്ടമല്ല. അപ്പൊ ഓട്സിന് പുട്ടാക്കിയിട്ടാണ് അധികവും കൊടുക്കുക. ഓട്സ് പുട്ടും കടലക്കറി ആണെങ്കിൽ കഴിച്ചോളും. കുറുക്ക് ഇഷ്ടമല്ല. അപ്പൊ ആ രീതിയിലാണ് കൊടുക്കാറുള്ളത്. പിന്നെ അത് ഏത്തപ്പഴം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മടിയാണ്. ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാനൊക്കെ മടിയാണ്. പച്ചയ്ക്ക് കഴിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ അതിനെ നെയ്യിൽ ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാറാണ്. പാല് കുടിക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ അതിനെ ആപ്പിൾ ഷേക്ക് രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഉൾപ്പെടുത്തി കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതുപോലെ ഇന്നലെ സ്പ്രൗട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹസ്ബൻഡിന് എന്നും സ്പ്രൗട്ട് ആവശ്യമുണ്ട്. പുള്ളി സാലഡ് രൂപത്തിൽ കഴിക്കും. പക്ഷെ മോളത് കഴിക്കത്തില്ല. അപ്പോ ഈ ദാല് പോലെ കറി പോലെ ആക്കി കൊടുക്കും. ഇല്ലെങ്കിൽ മത്തനും പയറും കൂടെ ഉണ്ടാക്കുമ്പോ ഈ സ്പ്രൗട്ട് ആയിരിക്കും അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അറിയത്തില്ല. അങ്ങനെ പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കും. ഓക്കെ, റസീന എന്തെങ്കിലും ട്രിക്കുകൾ ഉപയോഗിക്കാറുണ്ടോ? എനിക്ക് ബേബി ആയിട്ടുള്ളൂ. 3 months ആയിട്ട് അയാളൊരു ബേബി ആയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഏതൊക്കെ കേട്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതില്. അതെ. സബിത, വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല. എന്ത് ട്രിക്ക് യൂസ് ചെയ്താലും അത് മാറ്റും. എങ്ങനെ ചെയ്താലും. പിന്നെ അണ്ടർ വെയിറ്റ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ അണ്ടർ വെയിറ്റ് ആണ്. അപ്പൊ പച്ചക്കറി കഴിക്കണം എന്നൊക്കെ ഡോക്ടർ തന്നെ വഴക്ക് പറഞ്ഞു. ഗുളിക കഴിക്കില്ല. ഗുളിക സ്വയം മരുന്ന് വെള്ളം ഒഴിച്ച് ഇറക്കാൻ അറിയില്ല. അപ്പൊ പഴം ഞെരടി അതിനകത്ത് വെച്ച് കഴിക്കുന്നത്. 12 വയസ്സായി. അപ്പോഴും ഡോക്ടർ വഴക്ക് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പനിയുടെ. ആഹാരം പൊതുവെ കുറവാണ് കഴിക്കുന്നത്. ആളില്ല, 7ാം ക്ലാസ്സിലാണ്. പക്ഷെ അവന്റെ ക്ലാസ്സിൽ അവനാണ് ഏറ്റവും ചെറുത്. അങ്ങനെയാണ്. ശ്രുതിലക്ഷ്മി. എന്റെ മോള് അതെ, ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ കഴിക്കില്ല. അപ്പൊ ഞാനിപ്പോ കഞ്ഞി കുടിക്കാള്. അപ്പൊ കഞ്ഞിക്ക് ചോറ് ഇപ്പൊ അരി കുക്കറിൽ ഇടുമ്പോ അതിന്റെ കൂടത്തിൽ വെജിറ്റബിൾസും ഇടും. അപ്പൊ ഒരുമിച്ച് അങ്ങ് അടിച്ച് കഴിയുമ്പോഴേക്കും അത് ഉടയുമല്ലോ. അപ്പൊ പിന്നെ അവൾക്കത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതങ്ങനെ കഴിച്ചു പോയിക്കോളും. പിന്നെ ഇങ്ങനെ ഷേപ്പുകളിലാണ് ഞാൻ കൂടുതൽ. ദോശയൊക്കെ ആണെങ്കിലും പല ഷേപ്പുകൾ, ഏത് ഷേപ്പ് വേണം എന്ന് ചോദിക്കും. അപ്പൊ പറയും സ്റ്റാറിന്റെ ഷേപ്പ് മതി. അങ്ങനെ ഓരോന്ന് പറയുമ്പോ ആ ഷേപ്പിലൊക്കെ വെക്കും. അപ്പൊ അങ്ങനെ കഴിച്ചു പോയിക്കോളും. പിന്നെ ദോശയും പുട്ടൊക്കെയാണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളതാണ് കൂടുതലും കഴിക്കുള്ള ആള്. അതെ, ഓക്കെ. ഓക്കെ, പിന്നെ ഒരു ടോപ്പിക് കൂടി ഉണ്ട്. ആ ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അതർ ഫുഡ് ഹാബിറ്റ്സ്. അപ്പൊ വൈൻഡപ്പ് ചെയ്യേണ്ട ക്ലാസ്. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. എല്ലാവർക്കും ക്ലാസ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ് മിസ്. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ഞാൻ
Good morning, teacher, and good morning, students. I extend a heartfelt thank to all who make today's section success. Thank you, ma'am, for your valuable time. Today we discussed about the dietary requirements. The children diet should contain sufficient vegetables, fruits, pulses, cereals, sprouted pulses, etc. Today's section is very informative for us, and thank you all for your cooperation. Thank you. Okay, thank you. Thank you so much. Next class. Thank you, Miss. Thank you. Thank you, Miss. Thank you, Miss. Thank you.